നമസ്കാരം. പ്രധാന വാർത്തകൾ. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. പാലക്കാട്ട് ജില്ലാതല തദ്ദേശ അദാലത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരാതികൾക്ക് തീർപ്പാക്കുന്നതിനൊപ്പം പൊതുവായ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുക എന്നതാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. പി.കെ. ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. ശശി ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. മണ്ണർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരായ നടപടി മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും M.V. ഗോവിന്ദൻ. SC/ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീംകോടതി വിധിക്കെതിരെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് 21-ന് ഹർത്താൽ ആചരിക്കുമെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ. കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ആദിവാസി ദലിത് സംഘടനകളും പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നതെന്നും SC/ST കോർഡിനേഷൻ കമ്മിറ്റി. സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് മുഖ്യ ആവശ്യം. പുന്നയൂർക്കുളം മന്നലാംകുന്ന് കടൽ തീരത്ത് തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. കരക്കടിഞ്ഞത് ഫിലിം പൈലറ്റ് ഇനത്തിൽപ്പെട്ട ചെറിയ തിമിംഗലം. മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടി ചത്തതാകാമെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി M.P. രാജേഷ്. പാലക്കാട്ട് ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണപ്പള്ളിക്കാവ് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിലായിരുന്നു അദാലത്ത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. 106 ചട്ടങ്ങളിലായി 350ഓളം ഭേദഗതികളാണ് പരിഗണനയിൽ. അദാലത്തുകളിൽ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. താലൂക്ക് തലത്തിൽ സ്ഥിരം അദാലത്തുകൾ നടന്നുവരുന്നുണ്ട്. അവയിൽ തീർപ്പാക്കാത്തവയാണ് ജില്ലാ തലത്തിൽ പരിഗണിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അദാലത്തുകൾക്ക് തുടർച്ച വേണമെന്ന് K. കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. MLA-മാരായ A. പ്രഭാകരൻ, അഡ്വക്കേറ്റ് K. ശാന്തകുമാരി, മുഹമ്മദ് മോഹസിൻ, P. മമ്മിക്കുട്ടി, അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, KD പ്രസേനൻ, PP സുമോദ്, K. ബാബു, ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ സ്വാഗതവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ M.K. ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ പരാതികൾക്ക് പുറമെ പൊതുവായി ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുക എന്നതാണ് തദ്ദേശ ജില്ലാ അദാലത്തുകളുടെ ലക്ഷ്യമെന്ന് മന്ത്രി M.P. രാജേഷ്. നയപരമായ മാറ്റങ്ങളും ആവശ്യമെങ്കിൽ ചട്ടഭേദഗതികൾ ഉൾപ്പെടെ വരുത്താനാണ് ഇത്തരം അദാലത്തുകളെന്നും പാലക്കാട് അദാലത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി പറഞ്ഞു. നിലവിൽ 106 ചട്ടങ്ങളിലായി 351 ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മന്ത്രി M.P. രാജേഷ് പറഞ്ഞു. കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം അദാലത്തിലൂടെ മനസ്സിലാക്കാനാകും. നിലവിൽ ILGMS വഴി പഞ്ചായത്തുകളിലും K-സ്മാർട്ട് വഴി നഗരസഭകളിലും ഓൺലൈനായാണ് പരാതികൾ തീർക്കുന്നത്. എറണാകുളം ജില്ലാ അദാലത്തും കൊച്ചി കോർപ്പറേഷൻ അദാലത്തും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കഴിഞ്ഞു. 88% പരാതികളിൽ തീർപ്പുണ്ടാക്കാനായി. 2 ദിവസം കൊണ്ട് 1000-ലധികം പരാതികളാണ് തീർപ്പാക്കിയത്. മൂന്നാമത്തെ അദാലത്താണ് പാലക്കാട്ട് നടന്നത്. 14 ജില്ലകളിലും അദാലത്ത് നടത്തുമെന്നും M.P. രാജേഷ് പറഞ്ഞു. 3 കോർപ്പറേഷനുകൾക്ക് പ്രത്യേകമായി 3 ദിവസവും ഉൾപ്പെടെ 17 ദിവസമാണ് അദാലത്ത് നടത്തുക. എറണാകുളത്തെ അദാലത്തിൽ നിരവധി വ്യക്തിഗതമായ പരാതികൾക്ക് പുറമെ പൊതുവായ പരാതികളിലും തീർപ്പുണ്ടാക്കാനായി. ഈ വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിന് പൊതുവായി എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വേണം, നയപരമായ മാറ്റം, ചട്ടഭേദഗതികൾ വേണം, ഇതെല്ലാം സർക്കാരിന് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ്. ഇപ്പോൾ 106 ചട്ടങ്ങളിലായി 351 ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ അദാലത്തുകൾ കഴിയുമ്പോൾ ഈ അദാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി കൊണ്ടുവരാനാവും. ഇപ്പോൾ നിലവിൽ ILGMS വഴി പഞ്ചായത്തിലും K-സ്മാർട്ട് വഴി നഗരസഭകളിലും ഓൺലൈനായിട്ടാണ് തീർക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ അദാലത്തും 2 ദിവസങ്ങളിലായി കഴിഞ്ഞു. ഏതാണ്ട് 88% പരാതികളിലാണ് അനുകൂലമായ തീർപ്പുണ്ടായത്. 1000-ലധികം പേരാണ് ഈ 1000-ലധികം പരാതികളാണ് തീർപ്പാക്കിയത് 2 ദിവസം കൊണ്ട് എറണാകുളത്ത്. അതിനുശേഷം മൂന്നാമത്തെ അദാലത്താണ് ഇവിടെ നടക്കുന്നത്. സർക്കാരിൻ്റെ ഏതെങ്കിലും ഭവനസഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് 10 വർഷം കഴിഞ്ഞു മാത്രമേ വീട് വിൽക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇത് ജൂലൈ 1-ന് ശേഷമുള്ളവർക്ക് 7 വർഷമായി ചുരുക്കിയിരുന്നത്
അതിനു മുമ്പുള്ളവർക്കും ബാധകമാക്കി. വീട് നിർമ്മിക്കാൻ പെർമിറ്റ് എടുക്കുകയും അതിന് അധിക FIRനുള്ള ഫീസ് അടയ്ക്കുകയും എന്നാൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ പോയവർക്കും അടച്ച സംഖ്യ തിരിച്ചു നൽകാൻ തീരുമാനമെടുത്തു. ഇത്തരത്തിൽ നിരവധി പൊതുവായ പ്രശ്നങ്ങൾക്ക് അദാലത്തിലൂടെ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഒന്നാണ് സർക്കാരിൻ്റെ ഏതെങ്കിലും ഭവന സഹായ പദ്ധതികളിൽ ധനസഹായം വാങ്ങി വീട് നിർമ്മിച്ചവർക്ക് അത് വിൽക്കുന്നതിന് നിലവിൽ 10 വർഷമാണ് കാലാവധി. 10 വർഷം കഴിഞ്ഞാൽ മാത്രമേ വിൽക്കാനാവൂ. അത് ജൂലൈ 1 മുതൽ 7 വർഷമാക്കിയിട്ട് ജൂലൈ 1-ന് ശേഷമുള്ളവർക്ക് 7 വർഷമാക്കി ചുരുക്കിയിരുന്നു. അതിനു മുമ്പുള്ളവർക്ക് അത് ബാധകമാക്കി. അപ്പം അതിൻ്റെ ആനുകൂല്യം നേരത്തെ വീട് വെച്ചവർക്ക് അവർ ഭവനരഹിതരാവില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആ വീട് വിൽക്കുന്നതിന് വ്യവസ്ഥകളോടുകൂടി വിൽക്കുന്നതിനുള്ള ആനുകൂല്യം ഇപ്പോൾ എല്ലാവർക്കും കിട്ടും. അതുപോലെ അധിക FIR അതിനുവേണ്ടി ഫീസ് അടച്ചിട്ടുള്ള ആളുകൾ നിർമ്മാണം നടത്തിയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ എറണാകുളം അദാലത്തിൽ ഉത്തരവിട്ടു. അതൊരു പൊതു തീരുമാനമായിട്ട് പ്രഖ്യാപിച്ചു. വയനാട് പുനരധിവാസത്തിന് നേതൃത്വം നൽകുന്നതിന് ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റിയുമായി ആലോചിച്ച് തദ്ദേശ വകുപ്പിന്റെ ഇടപെടൽ ആവശ്യമെങ്കിൽ തീർച്ചയായും അതുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PK ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശശി ഇപ്പോഴും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ PK ശശിയോട് പാർട്ടി ആവശ്യപ്പെട്ടെന്ന വാർത്ത തെറ്റാണെന്നും MV ഗോവിന്ദൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. PK ശശിക്കെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. രാജിവെക്കുമോ എന്നത് അറിയില്ല. രാജിവെക്കുന്നുവെങ്കിൽ അത് വ്യക്തിപരമായ തീരുമാനമായിരിക്കും. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരായ നടപടി മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം PK ശശി രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണ്. നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം. ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞതിന് മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ട്. അറിയില്ല. അത് പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല. ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നുണ്ടല്ലോ. പാർട്ടിയുടെ സ്വീകരണം നടത്തുന്നതിൻ്റെ ഭാഗമാണ്. പാർട്ടിക്കകത്ത് നിരന്തരമായ സ്വീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 കൊല്ലത്തേക്കോ ഒന്നല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. സംഘപരിവാർ എന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയായിരിക്കണം ഭരണഘടന എന്നതാണ് BJPയുടെ നിലപാടെന്നും MV ഗോവിന്ദൻ തൃശ്ശൂരിൽ പറഞ്ഞു. സംബന്ധിച്ചുള്ള BJP എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഈ ഭരണഘടന വേണ്ടെന്നാണ്. അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്, നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടന വേണം. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഈ ഭരണഘടനയെ RSS അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നില. അല്ല, BJPക്കാരെല്ലാം പറയുന്നല്ലേ, പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കേസിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാർ അട്ടപ്പള്ളത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തീയിട്ട് നശിപ്പിച്ചു. ഗണേശപുരം സ്വദേശികളായ ഗുരുവായൂരപ്പൻ ബേബികല ദമ്പതികളുടെ വീട്ടിലാണ് ആക്രമണം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന CT100 ബൈക്കാണ് പുലർച്ചെ സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. പ്രദേശത്ത് മുമ്പും സമാന സംഭവമുണ്ടായിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷയും ഒരു ബൈക്കും സാമൂഹ്യവിരുദ്ധർ നേരത്തെ തീയിട്ട് നശിപ്പിച്ചിരുന്നു. പ്രദേശത്ത് ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണെന്നും ഇത് ചോദ്യം ചെയ്യുന്നവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ അക്രമം നടക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. 2 വർഷത്തോളമായി ഈ സ്ഥിതി തുടരുകയാണ്. എന്നാൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുന്നിയൂർക്കുളം മന്ദലാംകുന്ന് കടൽ തീരത്ത് ചെറിയ തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. ജഡത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ട്. മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടിയോ കുടുങ്ങിയോ ചത്തതാകാമെന്നാണ് നിഗമനം. ഫിലിം പൈലറ്റ് ഇനത്തിൽപ്പെട്ട ചെറിയ തിമിംഗലമാണ് കരയ്ക്കടിഞ്ഞിട്ടുള്ളത്. രാവിലെ നടക്കാനിറങ്ങിയവരാണ് ഇതിനെ കണ്ടത്. 3 അടിയോളം നീളമുള്ള ചെറിയ തിമിംഗലം മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടിയോ കുടുങ്ങിയോ ചത്തതാകാം എന്നാണ് കരുതുന്നത്. ശക്തമായ തിരയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
ഇതിനെ മറവ് ചെയ്താൽ മറ്റ് നിയമ നടപടികൾ ഉണ്ടാകും എന്ന് ഭയന്ന് ആരും ഇതിനായി രംഗത്ത് വരുന്നില്ല. അതേസമയം തിമിംഗലം കരക്കടിഞ്ഞ് വിവരമറിഞ്ഞ് നിരവധി പേരാണ് ഇതിനെ കാണാൻ വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട് ദുരന്തബാധിതർക്ക് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പഞ്ചായത്തിന്റെ ധനസഹായം ഭരണസമിതി അംഗങ്ങൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത്. കൂടാതെ പഞ്ചായത്ത് കുടുംബശ്രീ 1,40,000 രൂപയും ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന 5,000 രൂപയും സംഭാവന ചെയ്തു. പഞ്ചായത്തിന്റെ സഹായം പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷിൽ നിന്നും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഏറ്റുവാങ്ങി. തദവസരത്തിൽ പഞ്ചായത്തിൽ ആരംഭിച്ച ജോബ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ഒരു ചെറിയ സംഖ്യ മാത്രം ലഭിക്കുന്ന നമ്മുടെ നാടിനെ ശുചിത്വത്തോടെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സഹോദരിമാരാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ. അവരുടെ വരുമാനത്തിൽ നിന്ന്, തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഉള്ള സംഖ്യ 5,000 രൂപ എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. അവരെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ മാത്രം 5,000 രൂപ ഇവിടെ സമാഹരിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങുമായി BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ 2ാം ഘട്ടമെന്ന നിലയിലാണ് BJP മുനിസിപ്പൽ കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുമായി BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി വയനാട്ടിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെയാണ് പുറപ്പെട്ടത്. ഉച്ചയോടെ വയനാട്ടിലെത്തി പഠനോപകരണങ്ങൾ കൈമാറി. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ മാസം 21-ന് സ്കൂളുകൾ തുറക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിലെ BJP നേതാക്കളുടെ നിർദ്ദേശപ്രകാരം BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിച്ചത്. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി K. പ്രസാദ്, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് തുടങ്ങിയവരാണ് വയനാട്ടിലേക്ക് പോയ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SC/ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ഓഗസ്റ്റ് 21-ന് വിവിധ ആദിവാസി ദലിത് സംഘടനകൾ സംസ്ഥാന ഹർത്താൽ ആചരിക്കുമെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് സംഘടനകളും പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നതാണ് മുഖ്യമായ ആവശ്യം. ഭരണഘടനയുടെ 341 342 വകുപ്പുകൾ അനുസരിച്ച് പാർലമെന്റ് അംഗീകാരം നൽകുന്ന പട്ടിക വിഭാഗ ലിസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് വിജ്ഞാപനം ചെയ്യുന്നതാണ്. ഇതിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ഇതിന്റെ ലംഘനമാണ് സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായത്. ഇന്ത്യൻ പാർലമെന്റിനും പ്രസിഡന്റിനും ഭരണഘടന നൽകിയ അധികാരം സുപ്രീം കോടതി റദ്ദാക്കി. വ്യക്തമായ വിവരങ്ങളില്ലാതെ കോടതിയും സർക്കാരും നിയമനിർമ്മാണം നടത്തുന്ന സാഹചര്യത്തിൽ സമഗ്രമായ ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടപ്പാക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാതരം ക്രീമി ലെയർ നയങ്ങളും റദ്ദാക്കേണ്ടതുണ്ട്. നിലവിലെ നയം നടപ്പാക്കിയാൽ 8,000 രൂപ മാസവേതനം വാങ്ങുന്ന ഒരു കുടുംബം പോലും പുറത്താക്കപ്പെടുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 1-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ സംസ്ഥാന ഹർത്താൽ ആചരിക്കാൻ വിവിധ ആദിവാസി സംഘടനകൾ തീരുമാനിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ ഹർത്താൽ ഒഴിവാക്കി. വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദലിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാന ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് മുഖ്യമായ ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ SC/ST കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ K. മായാണ്ടി, കൺവീനർ രാജൻ പുലിക്കോട്, വിവിധ സംഘടനാ നേതാക്കളായ രമണൻ, C. ഹരി, പത്മമോഹൻ തെക്കേമഠം, K. വാസുദേവൻ, വിളയോടി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുള്ളൂർക്കര യൂണിറ്റ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം A. രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
നമ്മളെന്ന് പറഞ്ഞാൽ പെൻഷൻകാർ എവിടെയായിരുന്നെന്ന് അതിൻ്റെ ലക്ഷ്യം ഇന്നലെ നമ്മൾക്ക് എന്ത് ലഭിച്ചിരുന്നു, ഇന്ന് നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു, നാളെ എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് ചർച്ച ചെയ്ത് അതിനുവേണ്ട പോംവഴികൾ നിർദ്ദേശിക്കുന്നതിനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൺവെൻഷൻ തന്നെയാണിത്. മുള്ളൂർക്കര NSS കരയോഗം ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നവാഗത അംഗങ്ങളെയും സ്വീകരിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് P. സേതുനാഥൻ രാജ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി MP കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ നവാഗതരെ സ്വീകരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം TT ബേബി, ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K. കാളിക്കുട്ടി, യൂണിറ്റ് രക്ഷാധികാരി E. ബാലകൃഷ്ണൻ നായർ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK സാവിത്രി തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി C. ഗോപി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VK ഗിരിജ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട്ടെ ഒയിസ്ക മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾക്കുള്ള ടോയ് ട്രെയിൻ ഓടിത്തുടങ്ങി. സാധാരണക്കാർക്കായുള്ള പാർക്കിൽ കുട്ടികളുടെ വിനോദത്തിനും മാനസികോല്ലാസത്തിനും ഉതകുന്ന കളിയുപകരണങ്ങളാണ് ഉള്ളത്. പാലക്കാട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പാർക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഓയിസ്കയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഓയിസ്ക ഇന്റർനാഷണൽ ജപ്പാനിലെ ടോക്കിയോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ്. ടോയ് ട്രെയിനിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു. അതിൻ്റെ തെളിവാണ് ഇവിടെ കുറേ കുട്ടികൾ ഇവിടെ വന്നു ചേർന്നത്. നമുക്കറിയാം കോവിഡ് കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാമെങ്കിൽ എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പാർക്ക് നടത്തുമ്പോൾ നമുക്കറിയാം 4-5 പേര് ഒന്നിച്ച് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ആരും വരാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. OISK പാലക്കാട് ചാപ്റ്റർ പ്രസിഡന്റ് PM ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. KR ചന്ദ്രൻ, PS മുരളീധരൻ, സുനിത, ശശികല, ചന്ദ്രിക, രാധാകൃഷ്ണൻ, ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്ത മാതൃകയായി വിദ്യാർത്ഥിനി. മണ്ണൂർ നഗരിപ്പുറം സ്വദേശി ലോകേഷിന്റെ മകൾ 21 വയസ്സുള്ള നന്ദനയാണ് മുടി ദാനം ചെയ്തത്. ക്യാൻസർ രോഗം ബാധിച്ച് കീമോതെറാപ്പിക്ക് വിധേയമാകുന്നവർക്ക് പിന്നീട് മുടി വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. രോഗബാധിതരായ ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചതോടെയാണ് അർബുദ രോഗികൾക്ക് തന്റെ മുടി സംഭാവന നൽകണമെന്ന് ഡിഗ്രി വിദ്യാർത്ഥിനി കൂടിയായ നന്ദന തീരുമാനിക്കുന്നത്. എൻ്റെ പേര് നന്ദന, ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഇതിനു മുന്നേ ഞാൻ +1 പഠിക്കുമ്പോൾ ഞാൻ ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ണൂർ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും പഞ്ചായത്ത് ഉപാധ്യക്ഷനുമായ OV സ്വാമിനാഥൻ വീട്ടിലെത്തി നന്ദനയിൽ നിന്നും മുടി ഏറ്റുവാങ്ങി. സഹായകരമാവുന്ന രീതിയിൽ അവർക്ക് വിഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി മുടി ഡൊണേറ്റ് ചെയ്ത കുട്ടിയാണ്. വീണ്ടും മുടി വളർന്നപ്പോൾ വീണ്ടും ഈ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വിഗ് വയ്ക്കുന്നതിന് വേണ്ടി മുടി നൽകാൻ വേണ്ടി മണ്ണൂരിലെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരായ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ ഈ കുട്ടിയിൽ നിന്നും മുടി കൈപ്പറ്റി അത് ബന്ധപ്പെട്ട സഹായകരമാവുന്ന രീതിയിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇടപെടലാണ് നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS മുത്തലി, വാർഡ് അംഗം AA ഷിഹാബ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. അമ്പലപ്പാറ സർവോദയ സംഘത്തിൽ ഗാന്ധിയൻ നാരായണൻ നായർ അനുസ്മരണം നടന്നു. CITU നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. നല്ല പിന്തുണയും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വെളിച്ചവും കാണിച്ചു തന്ന അനുഭവ സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ഒരു ഉടമയാണ് ശ്രീനാരായണൻ. വല്ലാത്തൊരറിവാണ്, വല്ലാത്തൊരു അനുഭവമാണ്. ഈ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ നിർദ്ദേശങ്ങൾ ശാസ്ത്രബോധത്തോടെ അടിസ്ഥാനപ്പെടുത്തി. അനുസ്മരണ ചടങ്ങിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ, CITU നേതാക്കളായ KP ഹരികൃഷ്ണൻ, CC രാജൻ, MR ബിജു, സർവോദയ സംഘം മാനേജർ V സന്ധ്യ, K ശ്രീജ, ഉണ്ണികൃഷ്ണൻ പുറക്കാട്ട് എന്നിവർ സംസാരിച്ചു. സംഘം തൊഴിലാളി പ്രതിനിധി M ഗീത നന്ദി പറഞ്ഞു. ഗാന്ധിയൻ നാരായണൻ നായരുടെ മകൻ ശിവപ്രസാദ്,
സർവോദയ സംഘം ചെയർമാൻ യു രാധാകൃഷ്ണൻ, ഓഫീസ് മാനേജർ KP ഹരി, ചീഫ് ഇൻസ്പെക്ടർ K രമേഷ് ബാബു, മദ്യവിരുദ്ധ സമിതി താലൂക്ക് സെക്രട്ടറി ശ്രീനാഥ്, K ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട്ട് ജില്ലാതല തദ്ദേശ അദാലത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരാതികൾക്ക് തീർപ്പാക്കുന്നതിനൊപ്പം പൊതുവായ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുക എന്നതാണ് അദാലത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. PK ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശശി ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. മണ്ണർക്കാട് ഏരിയ കമ്മിറ്റിക്കെതിരായ നടപടി മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ. SC/ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് 21-ന് ഹർത്താൽ ആചരിക്കുമെന്ന് SC/ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ. കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ആദിവാസി ദലിത് സംഘടനകളും പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നതെന്നും SC/ST കോർഡിനേഷൻ കമ്മിറ്റി. സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് മുഖ്യ ആവശ്യം. പുന്നയൂർക്കുളം മന്നലാംകുന്ന് കടൽ തീരത്ത് തിമിംഗലത്തെ ചത്ത നിലയിൽ കണ്ടെത്തി. കരക്കടിഞ്ഞത് ഫിലിം പൈലറ്റ് ഇനത്തിൽപ്പെട്ട ചെറിയ തിമിംഗലം. മത്സ്യബന്ധന ഉപകരണത്തിൽ തട്ടി ചത്തതാകാമെന്ന് പ്രാഥമിക നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.